വില്യംസൺ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നോക്കി, പക്ഷെ ടീമിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്ത്യൻ ബൗളേഴ്സ് എല്ലാവരെയും എറിഞ്ഞു വീഴ്ത്തി. രാജകീയമായിട്ടാണ് ഇന്ത്യ സെമിയിലേക്ക് കടന്നിരിക്കുന്നത്. കളിച്ച 3 മാച്ചിലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് ന്യൂസിലാൻഡ് കളി തോറ്റ ശേഷം കെൻ വില്യംസൺ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു നിമിഷം ഇന്ത്യ കളി തോൽക്കുമെന്ന് എല്ലാവരും കരുതി, പക്ഷേ ഇന്ത്യൻ ബൗളേഴ്സ് ന്യൂസിലാൻഡിനെ വരിഞ്ഞു മുറുക്കി. ഇന്ന് കളി തോറ്റ ശേഷം വില്യംസൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ മികച്ച കളിയാണ് പുറത്തെടുത്തത്. ടീമിനെ വിജയിപ്പിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി. പക്ഷേ ഇത് ടീം ഇന്ത്യയാണ്. അവർക്കെതിരെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ച് കളിക്കണം. അതെനിക്കിന്ന് മനസ്സിലായിരിക്കുകയാണ്. അവരുടെ ബൗളേഴ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഇന്ന് കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ജയിച്ചേനെ. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ മത്സരത്തോടു കൂടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഇന്ന് അടിപതറിയത് ബാറ്റിംഗിലാണ്. ഒരു മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇന്ത്യൻ ടീമിനോട് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചു. ഇന്നത്തെ കളിയിലെ വിജയം ഇന്ത്യക്ക് അർഹമുള്ളതാണ്. അവരാണ് മികച്ച കളി പുറത്തെടുത്തത്. കളി തോറ്റതിൽ നിരാശയുണ്ടെന്നും സെമി ഫൈനലിൽ ഇതിനേക്കാൾ മികച്ച കളി പുറത്തെടുക്കുമെന്ന് വില്യംസൺ വ്യക്തമാക്കി. വില്യംസൺ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അക്സർ പട്ടേൽ വില്യംസന്റെ വിക്കറ്റ് നേടി ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. അത് വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നു. പിന്നീട് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്ത്യ 3 കളിയും ജയിച്ച് സെമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പരാജയം എന്താണെന്ന് അറിയാതെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ന്യൂസിലാൻഡ് ഇതുവരെ തോറ്റിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് മുന്നിൽ പരാജയം അടിയറ വെച്ചു. അതാണ് ടീം ഇന്ത്യ. ബാറ്റിംഗിൽ കുറച്ച് ഡൗൺ ആയാലും ഇന്ത്യ ബൗളിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു. ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യക്ക് തന്നെയാണ്. അതുപോലത്തെ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. ബാറ്റിംഗിൽ മാത്രമാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.